Hello students, welcome to the channel EduScore. So ഇന്ന് നമ്മൾ NCERTന്റെ സയൻസിന്റെ തേർഡ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. സോ ഇതിൽ ഓൾറെഡി നമ്മൾ പാർട്ട് 1 ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 1 വീഡിയോ ഹാസ് ഓൾറെഡി ബീൻ അപ്ലോഡഡ്. സോ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിൽ സ്റ്റാർട്ട് വിത്ത് ടുഡേസ് ടോപ്പിക് സം plant fibers. The first one that we'll be looking at is cotton. Okay, so cotton നമുക്ക് എങ്ങനെയാ കിട്ടുക? I'll insert the picture of a cotton plant. So cotton grows on plants ഒരു ബഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക and you'll get small cotton balls on the plant and you pluck it, then clean it. There's an entire process which we'll be studying now. So let us look into it. Okay, cotton. Have you ever made wicks for oil lamp? Wick പറഞ്ഞാൽ എന്താ അറിയോ? തിരി. നമ്മൾ അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ ദാറ്റ് അവിടെ തിരി കത്തിക്കുന്നു. വിളക്ക് കത്തിക്കുമ്പോൾ ദിൽ പുട്ട് ഒരു വിക്ക് പറഞ്ഞാൽ തിരിയാന്നു. ഓക്കെ, സോ ആ തിരി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് മെയ്ഡ് വിത്ത് കോട്ടൺ. ഓക്കെ, സോ വാട്ട് ഡു യു യൂസ് ഫോർ മേക്കിംഗ് ദീസ് വിക്സ്? Cotton is used. This cotton wool is also used for filling mattresses, quilts or pillows. നമ്മൾ തലേണ, കട്ടിൽമേലുള്ള കിടക്ക. So all these things, it is made up of cotton. It is filled with cotton. Okay, take some cotton wool, pull it apart and look at its edges. What do you observe? So നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? സോ വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ഡെറ്റോൾ, ഒരു ബാൻഡേഡ്, ഒരു കോട്ടൻ്റെ റോൾ, പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ മെഡിസിൻസ്. സോ ഓൾ ദീസ് തിങ്സ് മസ്റ്റ് ആയിട്ട് വീട്ടിലുണ്ടാവണം. ഓക്കെ, സോ നമ്മൾ ഒരു കോട്ടൺ വൂൾ, ആ കോട്ടൺ റോൾ ഉണ്ടാവില്ലേ, അതിനെ നമ്മൾ മുറിവൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ആ കോട്ടൺ വൂൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ആൻഡ് ടേക്ക് എ സ്മോൾ ബോൾ ഓഫ് കോട്ടൺ ആൻഡ് അതിനെ ഇങ്ങനെ വലിച്ചു നോക്കൂ. ഓക്കെ, so what you will see is that there are the small thin strands that you see are made up of cotton fibers. So അതിനെ നിങ്ങൾ വലിച്ചു നോക്കിയാൽ വളരെ ചെറിയ ചെറിയ നൂല് പോലത്തെ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും, which are cotton fibers. Where does this cotton wool come from? അത് എവിടുന്നാ വരുന്നത്? Like I said, it is grown in the fields. Cotton plants are usually grown at places having black soil and warm climate. So this is important. What kind of soil does cotton need? It needs black soil. Okay, and it also needs warm climate. കുറച്ച് ചൂടുള്ള ഏരിയയിലാണു ഇത് ഉണ്ടാവുക. തണുത്ത ഏരിയയിൽ it can't grow. So it needs black soil and warm climate. So in India, cotton എവിടെയൊക്കെയാണ് ഗ്രോ ആവുന്നത്? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, ഇവിടെയൊക്കെ കോട്ടൺ ഗ്രോ ആവുന്നതാണ്. സോ കോട്ടൺ പ്ലാന്റ് ഉണ്ടാവുമ്പം അതിൽ കോട്ടൺ ഉണ്ടാവുന്ന ഭാഗം ഇസ് വാട്ട് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇസ് കോട്ടൺ ബോൾസ്? It is actually the fruit of the plant. Okay, fruits of the cotton plant or the cotton balls, BOLLS. Okay, it's not BALLS, it's balls, BOLLS, are about the size of a lemon. ഒരു കുഞ്ഞി നാരങ്ങേൻ്റെ സൈസിൻ്റെ അനുസരിച്ച് ആ സൈസ് ആയിരിക്കും. ഓക്കെ, കോട്ടൺ ബോൾസിൻ്റെ. After maturing, the balls burst open and the seeds covered with cotton fibers can be seen. Okay, the cotton field in the photo ആണ് ഇവിടെ ഇട്ടത്. I'll also insert a picture so that you will have a clear understanding. Okay, so എന്താ വെച്ചാൽ ആ ഫ്രൂട്ട് ഉണ്ടാവില്ലേ, കോട്ടൺ പ്ലാന്റിൻ്റെ ഫ്രൂട്ട്, സോ ഇറ്റ് ഇസ് കോട്ടൺ ബോൾ. അത് കുറച്ച് വലുതായി കഴിഞ്ഞ് പഴുത്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് ആഫ്റ്റർ ഇറ്റ് ബിക്കംസ് മെച്യൂർ, ദ ബോൾസ് ബേസ്റ്റ് ഓപ്പൺ. അത് പൊട്ടിയിട്ട് ഓപ്പൺ ആവുമ്പോൾ എന്താവുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ? സോ യു വിൽ ബി ഏബിൾ ടു സീ ദാറ്റ് ആ കോട്ടൺ നിങ്ങൾക്ക് പുറത്ത് ഇങ്ങനെ കാണാം ആൻഡ് ഓൾസോ അതിൻ്റെ അകത്ത് കുറച്ച് സീഡ്സും ഉണ്ടാവും. ഓക്കെ, ഹാവ് യു എവർ സീൻ എ കോട്ടൺ ഫീൽഡ് ദാറ്റ് ഇസ് റെഡി ഫോർ പിക്കിംഗ്? ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫീൽഡ് കവേർഡ് വിത്ത് സ്നോ. സോ ഫുൾ കോട്ടൺ ബോൾസ് വൈറ്റ് കളർ എല്ലാ പ്ലാന്റ്സിലും ഉണ്ടാവും. സോ ഇറ്റ് ലുക്സ് വെരി നൈസ്. ഇറ്റ് ലുക്സ് ആസ് എഫ് സ്നോ ആണ് ആ പ്ലാന്റ്സിൻ്റെ മേലെ. ഫ്രം ദീസ് ബോൾസ് കോട്ടൺ ഇസ് യൂഷ്വലി പിക്ഡ് ബൈ ഹാൻഡ്. സോ ഈ ബോൾസ്, കോട്ടൺ ബോൾസിൽ നിന്ന് അതിൻ്റെ സീഡ്സ് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, so this is a process which is usually done with hand. പണ്ട് കാലം മുതലേ അത് കൈകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം മെഷീൻസും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മെഷീൻസും യൂസ് ചെയ്യുന്നുണ്ട്. So from these balls, cotton is usually picked by hand. Fibers are then separated from the seeds by combing. ഫൈബറിനെ, സീഡ്സിനെ പറഞ്ഞാൽ കോട്ടൺ ഫൈബറിനെയും അതിൻ്റെ അകത്തുള്ള സീഡ്സിനെയും സെപ്പറേറ്റ് ചെയ്യും by the process known as combing, which is known as ginning. ജിന്നിങ് എന്നാണ് ആ പ്രോസസ്സിന് പറയുക. This process is called ginning of cotton.
Ginning was traditionally done by hand. These days, machines are also used for ginning. So you can see this picture where ginning of cotton is being done. So I hope cotton is clear. Let us move on to jute. Jute ഒരു പ്ലാന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അഗൈൻ എ നാച്ചുറൽ ഫൈബർ. സോ അതിൻ്റെ പ്ലാന്റിൻ്റെ സ്റ്റെംസും അതിന് ആ സ്റ്റെംസിൽ നിന്നാണ് നമുക്ക് ആ ഫൈബർ കിട്ടുന്നത്. അതിന് കുറേ നേരം വെള്ളത്തിൽ പൊതിർത്ത് വെക്കും. ആൻഡ് ദെൻ ദേ സെപ്പറേറ്റ്, അതിൻ്റെ നാരുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് ദെൻ വി ഗെറ്റ് ദ ജൂട്ട്. ഓക്കെ, so jute fiber is obtained from the stem of the jute plant. You can see the figure. It is cultivated during the rainy season. In India, jute is mainly grown in West Bengal, Bihar and Assam. So ഈ 3 സ്റ്റേറ്റ്സിലാണ് മെയിൻലി ജൂട്ട് ഉള്ളത്. വെസ്റ്റ് ബംഗാൾ, ബിഹാർ ആൻഡ് ആസാം. ആൻഡ് ഇതിന് റെയിനി സീസൺ ആണ് ആവശ്യം. Okay, it is cultivated during the rainy season. The jute plant is normally harvested when it is at flowering stage. അതിൽ പൂ വരുന്ന സമയത്ത് ആണ് നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ കോട്ടൺ എപ്പോഴാണ് എടുക്കുന്നത്? അതിൻ്റെ ഫ്രൂട്ട് മെച്യൂർ ആയതിനു ശേഷമാണ് കോട്ടനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, the stems of the harvested plants are immersed in water for a few days. The stems rot and fiber are separated by hand. അതിന് കുറച്ച് ദിവസം, അതിൻ്റെ സ്റ്റെംസിന് കുറച്ച് ദിവസം വെള്ളത്തിൽ പൊതിർത്തി വെക്കും. ആൻഡ് ആ സ്റ്റെംസ് എന്താവും, നിങ്ങൾ ഏതെങ്കിലും പ്ലാന്റിനെ കുറേ ദിവസം വെള്ളത്തിലിട്ട് അതൊരു ചീഞ്ഞ പോലെ ആവുമല്ലോ. സോ അത് അങ്ങനെ ചീയുന്ന പോലെ ആവുമ്പം വാട്ട് വി ഡു ഇസ്, നമ്മൾ ആ ഫൈബേഴ്സിനെ കൈകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. To make fabrics, all these fibers are first converted into yarns. How is it done? So നമ്മൾക്ക് തുണി ഉണ്ടാക്കണമെങ്കിൽ ഈ നാച്ചുറൽ ഫൈബേഴ്സിനെ നമ്മൾ ഏറ്റവും ആദ്യം എടുത്തിട്ട് അതിനെ നമ്മൾ യാൺ അല്ലെങ്കിൽ ത്രെഡ് ആക്കി മാറ്റും. അതിനുശേഷം അതിനെ ഫാബ്രിക് ആക്കി മാറ്റും. ആ ഫാബ്രിക്കിനെ യൂസ് ചെയ്ത് ക്ലോതിങ് ഐറ്റം ആക്കി മാറ്റും. ദ ക്ലോതിങ് ഐറ്റം ക്യാൻ ബി പാൻറ്, ഷർട്ട്, കുർത്ത, സാരി, എനിത്തിങ്. ഓക്കെ, സോ കോട്ടൺ ആൻഡ് ജൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ the main points that you need to remember is what kind of cultivating situation is required for both, okay, cotton and jute, and which states it grows, what are the conditions that it requires, and in which stage it is harvested, and what are the process by which we take the fiber from the natural source. Okay, so let us look into spinning cotton yarn. You can try making cotton yarn yourself. So cotton yarn, നമ്മളൊരു കോട്ടൺ ബോളിൽ നിന്നും നമ്മൾ അതിനെ നീട്ടി we can make a thread out of it, and that will be cotton yarn. Let's do this activity. Activity 4. Hold some cotton wool in one hand, pin some cotton between the thumb and the forefinger of the other. Now gently start pulling out the cotton while continuously twisting the fibers. Are you able to make a yarn? So ഞാൻ പറഞ്ഞ പോലെ ഒരു കോട്ടൺ വൂളിൻ്റെ ഒരു ബോളിനെ കയ്യിലെടുക്കുക, ഒരു കയ്യിൽ പിടിക്കുക, എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിക്കുകയും ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ടൈം അതിനെ ആ ബോളിനെ ഫുൾ ഇഫ് യു കീപ് ഓൺ പുള്ളിങ് ആൻഡ് ട്വിസ്റ്റിംഗ്, യു വിൽ ഗെറ്റ് എ thread or a yarn. The process of making yarn from fibers is called spinning. So this is another important question. What is spinning? The process of making yarn from fiber is known as spinning. In this process, fibers from a mass of cotton wool are drawn out and twisted. This brings the fibers together to form a yarn. So നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അത് all the fibers ഒട്ടി നിൽക്കുമല്ലോ. നമ്മൾ വെറുതെ വലിക്കുകയാണെങ്കിൽ അത് ഇപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ്. ട്വിസ്റ്റ് ചെയ്താൽ it will keep on ഒട്ടി നിൽക്കും, അങ്ങനെ നല്ലോണം ഒട്ടി നിൽക്കും. സോ ദാറ്റ് ഇസ് ഹൗ എ yarn is formed. A simple device used for spinning is a hand spindle, also called takli. Okay, so നിങ്ങൾ ഇവിടെ ഈ ഫിഗർ ഇതാ ഈ 3.10 സോ ഇതിൽ നിങ്ങൾക്ക് ടക്ലി കാണാം. സോ ദിസ് ഇസ് ആക്ച്വലി ദ ഡിവൈസ് യൂസ്ഡ് ഫോർ സ്പിന്നിങ്. Another hand operated device used for spinning is charka. ചർക്ക നമ്മൾ വളരെ ഫേമസ് അല്ലേ, ഗാന്ധിജി പറഞ്ഞതാണോ ചർക്ക യൂസ് ചെയ്യണം. ഖാദി ക്ലോത്ത്സ് ഉണ്ടാക്കിയത് ചർക്ക യൂസ് ചെയ്തിട്ടായിരുന്നു. സ്പിൻ ചെയ്ത് അതിൻ്റെ യാൺ എടുത്ത് പിന്നെ അവർ അതിനെ കൊണ്ട് ക്ലോത്ത്സ് ഉണ്ടാക്കി. ഓക്കെ, സോ ചർക്ക ഇസ് അനദർ തിങ്. ചർക്ക ഇത് അവിടെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആ മറ്റേ ടക്ലീനെ കാട്ടും, റൈറ്റ്? ഓക്കെ, so use of charka was popularized by Mahatma Gandhi as part of the independence movement. He encouraged people to wear clothes made of homespun yarn and shun imported cloth made in the mills of Britain.
സോ നമ്മളെ മഹാത്മാഗാന്ധി അവരെന്താ പറഞ്ഞത്, ഈ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ സമയത്ത് ഹി ടോൾഡ് എവ്രിബഡി ടു നോട്ട് യൂസ് ദ ക്ലോത്ത്സ് വിച്ച് ഹാവ് കം ഫ്രം ബ്രിട്ടൻ. സോ അവരെ ബോയ്ക്കോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ദാറ്റ് യു മസ്റ്റ് ഹാവ് ലേൺഡ് ഇൻ ഹിസ്റ്ററി, റൈറ്റ്? സോ യൂസ് ദ spinning of yarn on a large scale is done with the help of a spinning machine. After spinning, yarns are used for making fabrics. So ഇത് നമ്മൾ സ്മോൾ സ്കെയിലിൽ അല്ലെങ്കിൽ ലോക്കലി ചെയ്യുന്ന ഒരു സംഭവമാണ്. ബട്ട് ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ് ഓൺ എ ലാർജ് സ്കെയിൽ, ഒരു ദിവസം യു വോണ്ട് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ടൺസ് ഓഫ് yarn, then you will have to use spinning machine. Now നമ്മൾ ഫൈബറിൽ നിന്നും yarn ഉണ്ടാക്കി. ഓക്കെ, ഫൈബറിൽ നിന്നും നമ്മൾ ത്രെഡ്സ് പോലത്തെ ഉണ്ടാക്കി. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു തുണി ഉണ്ടാക്കണമെങ്കിൽ ആ ത്രെഡ്സിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് വി ഹാവ് ടു മേക്ക് ഫാബ്രിക് അല്ലെങ്കിൽ തുണി. നോർമൽ നമ്മൾ ഷർട്ടിൻ്റെയും ബ്ലൗസിൻ്റെയും ഒക്കെ തുണി നമുക്ക് ഷോപ്സിൽ നിന്ന് കിട്ടില്ല, അങ്ങനത്തെ തുണി മാത്രമായിട്ട്, ലൈക്ക് നോട്ട് ദ ക്ലോത്തിങ്, അതിനെ സ്റ്റിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, വെറും പ്ലെയിൻ തുണി. ഓക്കെ, ആ തുണീനാണ് ഫാബ്രിക് എന്ന് പറയുന്നത്. There are many ways by which fabrics are made from yarns. The two main processes are weaving and knitting. Okay. സോ വീവിങ് എന്താ? വീവിങ് നമ്മൾ നോർമൽ തുണി ഫാബ്രിക് ഉണ്ടാക്കണമെങ്കിൽ വി യൂസ് വീവിങ്. അത് ഓരോ ത്രെഡിനെ ഒരുമിച്ച് വെച്ചിട്ട് ലൈക്ക് വാട്ട് എവർ വി സീ റൈറ്റ് നൗ എവറിഥിങ് ഇസ് വീവ്ഡ്. മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് ദറ്റ് വി സീ ആർ വീവ്ഡ്. പക്ഷേ നിറ്റിങ് എന്താ? നിറ്റിങ് അത് നമ്മൾ വൂളിനെ കൊണ്ടാണ് യൂഷ്വലി ചെയ്യുന്നത്. ആൻഡ് സോ നിറ്റിങ് ഈസ് യൂഷ്വലി ഫോർ വൂളൻ ക്ലോത്ത്സ്. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ അമ്മ എന്തെങ്കിലും നിറ്റ് ചെയ്യുന്നത്, സ്വെറ്റർ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? എന്നിട്ട് ആ തുണീനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് പ്രോപ്പർ സ്വെറ്ററിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ മഫ്ലറിൻ്റെ ഷേപ്പിലോ മങ്കി ക്യാപ്പോ എന്താ വെച്ചാൽ ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ്. ആൻഡ് നിറ്റിങ് ഈസ് ഓൾസോ ഡൺ ബൈ മെഷീൻസ്. So let us look into weaving first. In activity 2, you might have noticed that a fabric is made up of two sets of yarns arranged together. അല്ലേ, നമ്മൾ ആ ആക്ടിവിറ്റിയിൽ കണ്ടിരുന്നു. അത് കോട്ടൻ്റെ ഇടയിലും കുറേ സ്പേസ് ഉള്ള ആ പിക്ചറും നമ്മൾ ലാസ്റ്റ് വീഡിയോ പോയി നോക്കിയാൽ യു വിൽ ബി ഏബിൾ ടു സീ. The process of arranging two sets of yarns together to make a fabric is called weaving. So weaving എന്താന്നു? യാൺസിന് ഏതെങ്കിലും രണ്ട് ത്രെഡ് അറ്റ്ലീസ്റ്റ് മിനിമം അതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ വീവ് ചെയ്തെടുക്കുന്ന, എന്നിട്ട് അതിന് ശേഷം അതൊരു പ്രോപ്പർ ക്ലോത്ത് ആവും അല്ലെങ്കിൽ ഒരു ഫാബ്രിക് ആവും. അതിനാണ് നമ്മൾ വീവിങ് എന്ന് പറയുന്നത്. സോ ദി പ്രോസസ് ഓഫ് അറേഞ്ചിങ് ടു സെറ്റ്സ് ഓഫ് യാൺ പറഞ്ഞാൽ, ടു സെറ്റ്സ് ഓഫ് യാൺ പറഞ്ഞാൽ ഒന്ന് ഹൊറിസോണ്ടലി പോകുന്നതാന്നു, ഒന്ന് വെർട്ടിക്കലി പോകുന്നതാന്നു. അതല്ലാണ്ട് വേറെ ടൈപ്പ് ഓഫ് ഡിസൈൻസും ഉണ്ടാവാം വിത്ത് 4 sets, 5 sets. All these kinds can be there, but minimum 2 sets is required, horizontal and vertical. The process of arranging two sets of yarn together to make a fabric is called weaving. Let us try to weave some paper strips. So നമുക്ക് വെറുതെ ഒരു എക്സാമ്പിളിന് നമ്മൾ വീട്ടിൽ തന്നെ we can do this activity 5. പേപ്പർ സ്ട്രിപ്സ് എടുക്കുക, എന്നിട്ട് അതിനെ തിൻ ആയിട്ടുള്ള ലൈൻസ് ലൈക്ക് ഷേപ്പിൽ കട്ട് ചെയ്യുക റെക്ടാങ്കിൾസിൽ. എന്നിട്ട് അതിനെ ഒന്നിനെ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്യുക, ഒന്നിനെ വെർട്ടിക്കലി അറേഞ്ച് ചെയ്യുക. ലെറ്റ് us look into the activity. Then you will be able to understand how exactly weaving works. Activity 5. Take 2 sheets of paper of different colors. Cut square pieces of length and width equal to 30 cm from each sheet. Now fold both the sheet into half. On one sheet, draw lines as shown in figure A. Okay? ഇതുപോലെ വരയ്ക്കുക. And on the other, show as 3.12B. Okay, എന്നിട്ട് cut both the sheets along the dotted lines and then unfold. Weave the strips one by one through the cut in the sheet of paper, and in the end you will be able to see this. ഇങ്ങനെ C-നെ പോലെ ചെയ്യുക, and in the end D പോലെ you will get the output. So this is weaving of paper strips. ഇതേപോലെ തന്നെയാണ് യാണിൻ്റെതും നടക്കുന്നത്. So all these two sets of yarn, horizontal and vertical, രണ്ടും കൂടിയിട്ടാണ് നമുക്ക് ഒരു പ്രോപ്പർ ഫാബ്രിക് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ നോർമലി ട്രഡീഷണലി എങ്ങനെയാണ് യാണിനെ കൊണ്ട് നമ്മൾ ഫാബ്രിക് ഉണ്ടാക്കിയത്? നമ്മൾ വീവിങ് ചെയ്തിട്ട്, വീവിങ് മെഷീൻ ഉണ്ടാവും, അതിനെ ഹാൻഡ്ലൂം എന്നും പറയും. സോ ദിസ് 3.13 in this figure you will be able to see weaving machine, which is a handloom. Okay, in a similar manner, two sets of yarn are woven to make a fabric. The yarns are much thinner than our paper strips, of course. Weaving of fabric is done on looms. The looms are either hand operated or power operated. So നമ്മൾ
ഈ 2 സെറ്റ് ഓഫ് പേപ്പേഴ്സിനെ ഇങ്ങനെ കോർത്തെടുത്തില്ലേ, ഒരു ഫാബ്രിക് പോലെ ആക്കിയില്ലേ, അതേപോലെയാന്നു നമ്മൾ 2 സെറ്റ് ഓഫ് യാൺസിനെ എടുത്തിട്ടും നമ്മളൊരു ഫാബ്രിക് ഉണ്ടാക്കുന്നത്. സോ ഈ വീവിങ് ഓഫ് ദീസ് ഫാബ്രിക്സ് എന്തിലാന്നു ചെയ്യുന്നത്? ലൂംസ്. ഇവിടെ ഇവർ കാണിക്കുന്ന ഹാൻഡ്ലൂമാണ്, എന്താ വെച്ചാൽ അത് കൈകൊണ്ടാന്നു ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം there are machines also which are power operated looms which help in weaving the yarn into a fabric. So next is knitting. Have you ever noticed how sweaters are knitted? In knitting, a single yarn used to make a piece of fabric. Have you ever pulled the yarn from a torn pair of socks? What happens? A single yarn gets pulled out continuously as the fabric gets unraveled. Okay, so നമ്മൾ വീവിങ്ങിൽ എന്താണോ മെയിൻ ഡിഫറൻസ് വീവിങ്ങും നിറ്റിങ്ങിന് തമ്മിലുള്ളത് ഞാൻ ആദ്യം പറയാം. സോ വീവിങ്ങിൽ 2 സെറ്റ് ഓഫ് യാൺ വേണം. വൺ ഇസ് ഹോറിസോണ്ടൽ, വൺ ഇസ് വെർട്ടിക്കൽ, ലൈക്ക് ഐ സെഡ്. ബട്ട് ഇൻ നിറ്റിങ്ങിൽ ആകെ ഒരു സെറ്റ് ഓഫ് യാണാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതാ കണ്ടോ, ഇവിടെ ഒരു വുളൻ ബോൾ ഉണ്ട്, അതിന് ഒറ്റ ഒരു ത്രെഡാണ് വരുന്നത്. അതിനെ 2 സൂചീനെ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ആണ് തുന്നുന്നത്. അതിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് there are various ways in which you can knit. വേറെ ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഒക്കെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഇസ് എ വെരി ഓൾഡ് ട്രഡീഷൻ ഓൾസോ, ആൻഡ് ഇറ്റ്സ് എ വെരി ഫേമസ് ട്രഡീഷൻ വിച്ച് ആൾക്കാർ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന് knit ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. Like if you go back to like 20 years, you'll be able to see that people used to do this for time pass. അവരൊരു ഹോബി ആയിട്ട് അവരത് ചെയ്യായിരുന്നു. സോ ഓക്കെ, ലെറ്റ് us come back to this. സോ നിറ്റിങ്ങിൽ എന്താ ചെയ്യുന്നത്? നിറ്റിങ്ങിൽ ആകെ ഒരു സെറ്റ് ഓഫ് യാണേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സോക്സ് ഒക്കെ നമ്മളിത് നിറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. സോ സോക്സിൽ ഒരു നൂല് പുറത്ത് വന്നു വെച്ചാൽ അതിനെ വലിച്ചാൽ ഫുൾ സോക്സ് പുറത്ത് വരും. സോ ദാറ്റ് ഈസ് ബിക്കോസ് ദർ ഇസ് ഓൺലി വൺ സിംഗിൾ സെറ്റ് ഓഫ് ത്രെഡ്. ആ ത്രെഡിനെ വലിച്ചാൽ ഫുൾ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. Socks and many other clothing items are made of knitted fabrics. Knitting is done by hand and on machines. So അങ്ങനത്തെ യൂഷ്വലി വാം ആയിട്ടുള്ള ക്ലോതിങ് ഐറ്റംസ് ആണ് knit ചെയ്യുന്നത്. ഓക്കെ, Paheli wants to know if you have seen any fabrics that are made of fibers on the outer covering of the coconut. What are these fibers normally used for? So കോക്കനട്ടിൻ്റെ പുറത്തുള്ള നമ്മൾ കോക്കനട്ടിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാരുണ്ടാവില്ലേ, അതിന് ചകിരി എന്നല്ലേ പറയാം. സോ അതിനെ കൊണ്ട് നമ്മൾ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ കോക്കനട്ടിൻ്റെ പുറത്തുള്ള നാരിന് എന്താ പറയുക? കോയർ എന്നാണ് പറയുക, COIR, കോയർ. സോ കോയറിനെ കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുക? നമ്മൾ പായ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ അല്ലേ? ഞാൻ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ പായ ഉണ്ടാക്കും, പിന്നെ ബാഗ്സ് ഉണ്ടാക്കും, പിന്നെ ഓരോ കൈൻഡ് ഓഫ് കവറുകൾ ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടിക്ക്. യൂഷ്വലി നമ്മൾ ധരിക്കാനല്ല, പറഞ്ഞാൽ ഇടാനല്ല നമ്മൾ കോയറിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. യൂഷ്വലി പായ ഉണ്ടാക്കാനും അങ്ങനത്തെ യൂട്ടിലിറ്റി ഐറ്റംസ് ആക്കി ഉണ്ടാക്കാനാണോ നമ്മൾ കോയറിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ കോയറിൻ്റെ അതിൻ്റെ കയറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അത് നമ്മൾ തുണിയൊക്കെ ആറിടാൻ യൂസ് ചെയ്യും. പിന്നെ തെങ്ങുമ്മ കയറുന്ന ആൾക്കാർ അവർ കാലിൽ ചുറ്റിയിട്ട് ഒരു കയറ് കെട്ടലില്ലേ, അതും ഇതിൻ്റെ തന്നെയാന്നു. തേങ്ങേൻ്റെ ചകിരീൻ്റെ കൊണ്ടുണ്ടാക്കിയ കയറാന്നു ഇത് തെങ്ങുമ്മ കയറുന്ന ആൾക്കാർ അവർ കാലിൽ ചുറ്റുന്നതും യൂഷ്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ weaving and knitting are used for making different kinds of fabric. These fabrics are used for a variety of clothing items. So weaving ഒരു തരത്തിലാണോ knitting ഒരു തരത്തിലാണോ, അത് രണ്ടും വേറെ ടൈപ്പ് ഓഫ് ഫാബ്രിക്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. So that was all for today's class. We'll discuss this history of clothing material in the next class, and then we'll solve all the exercise questions and important questions and notes. So if you are new to the channel, please make sure to subscribe to the channel and also share this video with your friends so that it will be helpful to everybody. Thank you. All the best.